ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വൈഫൈ എക്സ്റ്റൻഷന് മറ്റും റൗട്ടർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഒരു റൗട്ടർ മേടിക്കാൻ പോകുമ്പോൾ പ്രധാനമായും നോക്കേണ്ടത് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് റൗട്ടർ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് പല ആൾക്കാരും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന, അതായത് സർവീസ് പ്രൊവൈഡർമാർ തന്നിരിക്കുന്ന ഒരു മോഡം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ONT ഉണ്ടാവും. ഫൈബറൊക്കെ ആകുമ്പോൾ അത് ONT അല്ലെങ്കിൽ ONU എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ONT വീട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു മോഡമാണോ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കണം. കാരണം അതാണെങ്കിൽ അത് റൗട്ടർ ഇൻസ്റ്റലേഷൻ അല്ല. ആക്ച്വലി അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ സർവീസ് പ്രൊവൈഡർമാരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ആയിരിക്കുന്ന ONT അല്ലെങ്കിൽ ആ ഒരു മോഡം മാറ്റിയെടുക്കാൻ ആ സർവീസ് പ്രൊവൈഡർമാരായിട്ട് കൺസൾട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ONT ആയിരിക്കണം മേടിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു റൗട്ടർ ഇപ്പോൾ പുറത്തുനിന്നൊരു റൗട്ടർ പർച്ചേസ് ചെയ്ത്, ഇപ്പോൾ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റും ഒരു റൗട്ടർ പർച്ചേസ് ചെയ്ത് നമ്മളവിടെ പ്ലേസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. കാരണം അതൊരു മോഡാണ്, അല്ലെങ്കിൽ ഒരു ONT ആണെങ്കിൽ ONU ആണത്, ഒരു ഫൈബർ ONU ആണ്. പിന്നെ മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഫൈബർ ONU ആണ്. പണ്ടത്തെ പോലെ DSL ADSL കണക്ഷനൊന്നും ഇല്ല, ഫൈബർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ONT ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൗട്ടർ മേടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വെച്ചാൽ പലവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പലവരും ഇതിന് ചോദിക്കാറുമുണ്ട്. ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ജിനെക്സിൻ്റെ മോഡമാണ്, അല്ലെങ്കിൽ ഹുവായുടെ മോഡമാണ്, അല്ലെങ്കിൽ സൈറോടെക്കിൻ്റെ റൗട്ടറാണ്, ONU ആണ്. അപ്പോൾ ഇതിന് പകരം മേടിക്കട്ടെ. അപ്പോൾ ഇതിന് പകരം നമ്മൾ മേടിക്കുമ്പോൾ അതാത് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് സർവീസ് പ്രൊവൈഡർമാർ സപ്പോർട്ട് ചെയ്യുന്ന ONU തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഫൈബർ മോഡം തന്നെ വേണം മേടിക്കാൻ. അത് റൗട്ടറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. റൗട്ടർ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അത്തരം ഒരു ONU റീപ്ലേസ് ചെയ്യാനായിട്ട് റൗട്ടറിനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അത് ആദ്യം തന്നെ കൺഫേം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, റൗട്ടറാണോ നമ്മൾ അതായത് എക്സ്റ്റെൻഡ് ചെയ്യാൻ. റൗട്ടർ നോർമലി വരുന്നത് ഒരു എക്സ്റ്റൻഷൻ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ട്, കൂടുതൽ ആൾക്കാർ കണക്ട് ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ട്, അപ്പോഴൊക്കെയാണ് നമുക്ക് റൗട്ടേഴ്സ് ആവശ്യമായിട്ട് വരുന്നത്. അല്ലാണ്ട് നമുക്ക് നമ്മൾ വീട്ടിലെ മോഡം മാറ്റി വയ്ക്കുമ്പോൾ ആ ഒരു റൗട്ടേഴ്സ് അല്ല ആവശ്യം വരുന്നത്, ഒരു മോഡമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസ്, നമ്മുടെ മെയിൻ ഡിവൈസ് മാത്രമാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സർവീസ് പ്രൊവൈഡറുമായിട്ട് കൺഫേം ചെയ്ത് OLT ചെക്ക് ചെയ്ത്, ഏതാണ് സപ്പോർട്ട് ചെയ്യുന്ന OLT ചെക്ക് ചെയ്തിട്ട് വേണം അത്തരത്തിൽ മേടിക്കാനും. മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അത് അവരെ കൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യിക്കേണ്ടി വരും. കാരണം അതിന് കോൺഫിഗറേഷൻ ചെയ്ത് VLAN ഉൾപ്പെടെയുള്ളവ എൻ്റർ ചെയ്ത് കോൺഫിഗറേഷൻ ചെയ്താൽ മാത്രമേ അത് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകുകയുള്ളൂ. പിന്നെ അടുത്തതായിട്ട് വന്നതാണ് വയർലെസ് അല്ലെങ്കിൽ വയേർഡ് കണക്ടിവിറ്റി. വയർലെസ് അല്ലെങ്കിൽ വയേർഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൗട്ടർ, ഇപ്പോൾ നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റൗട്ടർ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യമേ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാകണം. കാരണം വയേർഡ് വഴിയും, അതായത് നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് ഒരു വയേർഡ് വഴി ഇഥർനെറ്റ് കേബിൾ Cat 6 കേബിൾ വഴി വയേർഡ് വഴിയും നമുക്ക് ഈ ഒരു റൗട്ടർ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വയർലെസ് ആയിട്ടും, അതായത് വയർ ഇല്ലാണ്ട് വയർലെസ് ആയിട്ടും ഈ ഒരു റൗട്ടർ കണക്ട് ചെയ്യാം. അപ്പോൾ വയേർഡ് ആയിട്ടാണോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടാണോ നമ്മളിത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും നമുക്കൊരു ധാരണ ഉണ്ടാകണം. എന്നാലാണ് നമുക്ക് ആ ഒരു വയർലെസ് മോഡം വേണോ അല്ലെങ്കിൽ വയേർഡ് മോഡം വേണോ നമുക്ക് റൗട്ടേഴ്സ് ആണോ എടുക്കേണ്ടതെന്ന് ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആമസോണിൻ്റെ ആയാലും ഫ്ലിപ്കാർട്ടിൻ്റെ ആയാലും നമ്മൾ ആ ലിസ്റ്റിൽ നോക്കുമ്പോഴും വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നമ്മൾ വയർലെസ് ആയിട്ടാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന റൂട്ടേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ വയേർഡായിട്ടാണെങ്കിൽ വയേർഡായിട്ടോ എല്ലാ റൂട്ടേഴ്സും വയേർഡായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ അതുപോലെയുള്ള വയേർഡും വയർലെസ്സും ആദ്യം തന്നെ തിരിഞ്ഞിരിക്കുക. അപ്പോൾ വയർലെസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൗട്ടേഴ്സ് മാത്രമല്ല എക്സ്റ്റൻഡേഴ്സും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എക്സ്റ്റൻഡേഴ്സ് വയർലെസ് ആയിട്ട് മാത്രം സെറ്റ് ചെയ്യാവുന്നതാണ്. അത് റൗട്ടേഴ്സ് വയർലെസ് ആയിട്ടും വയേർഡായിട്ടും സെറ്റ് ചെയ്യാവുന്നതുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ വയേർഡ് ആണോ വയർലെസ് ആണോ എന്ന് കൺഫേം ചെയ്ത് അതിൻ്റെ സ്പെക്ക് കറക്റ്റായിട്ട് ആമസോണിലും മറ്റും ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം വയർലെസ് ആണെങ്കിൽ നമുക്ക് റൂട്ടേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്. വയർലെസ് ആണെങ്കിൽ എക്സ്റ്റൻഡേഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ എക്സ്റ്റൻഡേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റൻഡറും വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം. റൂട്ടേഴ്സ് തന്നെയാണെങ്കിലും വയർലെസ് ഫംഗ്ഷനുള്ള റൂട്ടേഴ്സ് ഉണ്ട്. വയേർഡ് ആണെങ്കിലും നിങ്ങൾക്ക് റൂട്ടേഴ്സ് ഉണ്ട്. വയേർഡായിട്ട് ഉപയോഗിക്കുന്ന റൂട്ടേഴ്സ് വയേർഡായിട്ടും വയർലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ എല്ലാ റൂട്ടറുകളിലും ആ ഒരു വയർലെസ് ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്പെക്ക് നോക്കിയിട്ട് വേണം, വയർലെസ് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മേടിക്കേണ്ടത് വയർലെസ് ആണോ വയേർഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ സിംഗിൾ ബാൻഡ് ആണോ ഡുവൽ ബാൻഡ് ആണോ. അതായത് റൂട്ടേഴ്സ് 2 വിധത്തിൽ വരുന്നുണ്ട്. 2.4 GHz വൈഫൈ വരുന്ന സിംഗിൾ ബാൻഡ് റൂട്ടേഴ്സും, അതുപോലെ തന്നെ 5 GHz ബാൻഡ് വിത്തും കൂടി വരുന്ന ഒരു 5G റൗട്ടർ, അതായത് ഡുവൽ ബാൻഡ് റൗട്ടേഴ്സും വരുന്നുണ്ട്. അതായത് സിംഗിൾ ബാൻഡ് റൗട്ടേഴ്സിൽ 2.4 ഫ്രീക്വൻസിയിൽ മാത്രമേ വൈഫൈ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 5 GHz വൈഫൈ വരുമ്പോൾ 2.4 വൈഫൈൻ്റെ പുറമെ 5 GHz എന്നുള്ള സെപ്പറേറ്റ് വൈഫൈ കൂടി വരും.
അപ്പോൾ 2 വൈഫൈ ആയിട്ട് അതിനകത്ത് കാണിക്കുക. അത് ഒരുമിച്ച് നമുക്ക് ക്ലോൺ ചെയ്തിടാൻ പറ്റും, എന്നാലും 2 ബാൻഡ് വിത്തുകളൂടി വർക്ക് ചെയ്യുന്ന ഒന്നാണ് 5G റൗട്ടർ അല്ലെങ്കിൽ ഡ്യുവൽ ബാൻഡ് റൗട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്ലാൻ അനുസരിച്ച്, അതായത് നമുക്കൊരു 30 to 60 Mbps ഒക്കെ ഉള്ളൂ നമ്മുടെ പ്ലാനെങ്കിൽ നമുക്കൊരു സിംഗിൾ ബാൻഡ് റൗട്ടേഴ്സ് ആയാലും മതി, നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മുടെ പ്ലാൻ ഒരു 100, 200, 300 പോലുള്ള വലിയ പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 5G റൗട്ടേഴ്സ്, അതായത് ഡ്യുവൽ ബാൻഡ് റൗട്ടേഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ആ ഒരു റൗട്ടേഴ്സിൻ്റെ ഡ്യുവൽ ബാൻഡ് ആണോ സിംഗിൾ ബാൻഡോ ആണോ നമ്മൾ മേടിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അടുത്തത് വരുന്നതാണ്, 4മതായിട്ട് വരുന്നതാണ് നമ്പർ ഓഫ് യൂസേഴ്സ്. എത്ര യൂസേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മളപ്പോൾ ഒരു 5-6 യൂസേഴ്സ് ഉള്ളതുകൊണ്ട് ആയിരിക്കില്ല നമ്മളൊരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു വലിയ പ്രമിസസിൽ നമ്മളൊരു റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ വെക്കുമ്പോൾ അപ്പോൾ അതനുസരിച്ചുള്ള റൗട്ടേഴ്സിലും മാറ്റും. അതായത് നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് നോക്കി വാങ്ങാം. ഇപ്പോൾ നോർമൽ റൗട്ടേഴ്സിൽ ഒരു 19 പേരാണ് വൈഫൈയിലൊക്കെ ക്ലയൻറ്റിൽ, അല്ലെങ്കിൽ 32 പേരൊക്കെ 32 പേരൊക്കെയാണ് വൈഫൈയിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിലർ ഓഫീസിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ആൾക്കാരെ വൈഫൈയിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും ഈ റൗട്ടേഴ്സിൽ. അപ്പോൾ അതനുസരിച്ചുള്ള റൗട്ടേഴ്സ് നമ്പർ ഓഫ് പീപ്പിൾ എത്ര പേരെ ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം റൗട്ടേഴ്സ് മേടിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പ്രമിസസിലൊക്കെ ആണെങ്കിൽ ആക്സസ് പോയിൻറ്റ്സ് പോലുള്ള ഡിവൈസുകൾ വളരെ നല്ലതാണ്. ആക്സസ് പോയിൻറ്റ്സിൽ ഒരുപാട് പേരെ നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വൈഫൈ എടുക്കുമ്പോൾ ആ ഒരു നമ്പർ ഓഫ് പീപ്പിൾ, ഐ മീൻ എത്ര പേര് കണക്ട് ചെയ്യാനുണ്ടെന്നനുസരിച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആക്സസ് പോയിൻറ്റ്സ് പോലുള്ള ഡിവൈസുകളൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ റൂട്ടേഴ്സ് ആണെങ്കിലും ഡ്യുവൽ ബാൻഡ് പോലുള്ളതൊക്കെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഡ്യുവൽ ബാൻഡ് പോലുള്ള റൂട്ടേഴ്സിൽ പറ്റും, ഡ്യുവൽ ബാൻഡ് റൂട്ടേഴ്സിൽ പറ്റും. അപ്പോൾ അതനുസരിച്ച് ആക്സസ് പോയിൻറ്റ്സ് വേണോ റൂട്ടേഴ്സ് വേണോ എന്നൊക്കെ ഉള്ളത് ആ ഒരു നമ്പർ ഓഫ് പീപ്പിൾ എത്ര പേര് കണക്ട് ചെയ്യാനുണ്ടെന്നുള്ളതും ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പിന്നെ 5മത് വരുന്നതാണ് ടെക്നോളജി അല്ലെങ്കിൽ പർപ്പസ് അല്ലെങ്കിൽ ടെക്നോളജി. അതായത് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു റൂട്ടർ മേടിക്കാൻ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗെയിമിംഗ് പർപ്പസിനുള്ളതാണ്, അതായത് ഇപ്പോൾ മേടിക്കുന്ന ആളൊരു ഗെയിമറാണ്, അവർക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യേണ്ടതാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അതനുസരിച്ച് ആ ഒരു ലേറ്റൻസി കീപ്പ് ചെയ്യുന്നതും അതുപോലെ ഒരു പ്രിങ് റേറ്റ് ഒക്കെ വരുന്നതും അത്യാവശ്യം ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം റൗട്ടേഴ്സ്. അപ്പോൾ അതനുസരിച്ച് വൈഫൈ 6 അല്ലെങ്കിൽ വൈഫൈ 7 റൗട്ടേഴ്സ് വരെയും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വൈഫൈ 6ൻ്റെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വൈഫൈ 6, വൈഫൈ 6E തുടങ്ങിയ റൗട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കമ്പാറ്റബിൾ ഡിവൈസസ് ആണ് നമ്മുടെ ഇരിക്കുന്നതെങ്കിൽ വൈഫൈ 6 റൗട്ടേഴ്സ് തന്നെ തിരഞ്ഞെടുക്കുക. അത്ര ഗെയിമിംഗ് പർപ്പസൊക്കെ ആണെങ്കിൽ വൈഫൈ 6 റൗട്ടേഴ്സ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ ആ ഒരു വൈഫൈ 6 എപ്പോഴും നമുക്ക് ഉപകാരപ്പെട്ടിരിക്കും. വളരെ സ്പീഡ് കൂടുതലുള്ള കണക്ഷൻ ആണെങ്കിൽ വൈഫൈ 6 ഉണ്ടെങ്കിൽ അത്രയും കമ്പാറ്റബിൾ ആയിട്ട് അത്രയും പേർക്ക് ഒരുമിച്ച് കണക്ഷൻ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത് ആ ഒരു വൈഫൈ 6-ലായിരിക്കും. അപ്പോൾ വൈഫൈ 6 റൗട്ടേഴ്സൊക്കെ ആയിരിക്കും കൂടുതൽ ടെക്നോളജി അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം ടെക്നിക്കൽ വർക്ക്സൊക്കെ ഉള്ളവർക്ക്, അതായത് ഈ ഒരു ഗെയിമിംഗ്, ഞാൻ പറഞ്ഞു ഗെയിമിംഗ് വർക്കുകൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി അപ്ലോഡിങ് അങ്ങനത്തെ ഉള്ള ഒരുപാട് ടെക്നോളജി വൈസൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് കൂടുതലും ഈ ഒരു ഡ്യുവൽ ബാൻഡ് എന്നതിന് ഉപരി ഈ ഒരു വൈഫൈ 6-ൽ പെടുന്ന റൂട്ടേഴ്സ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഈ ഒരു 5 കാര്യങ്ങളാണ് ഈ റൗട്ടേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നോക്കുക, ഞാൻ അതിന് റിപ്ലൈ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.